+2 റിലേഷൻ ഫംഗ്ഷനിലെ NCERT എക്സർസൈസ് 1.2 ആണ് ചെയ്യുന്നത്. Okay. See the first problem. Show that the function f from r plus to r plus എന്നാണ്. Okay. Non-zero positive real numbers. Set of all non-zero real numbers എന്നാണ്. പോസിറ്റീവ് എന്നില്ല. ഓക്കെ. f of x is equal to 1 by x is 1 1 and on 2 എന്നാണ്. ഓക്കെ. ഇപ്പോൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് 1 1 ചെക്ക് ചെയ്യാം. അതിന് r1 ഈ r പ്ലസിൽ നിന്നും r സ്റ്റാർ എന്നാണ്, അതിൽ നിന്ന് 2 എലമെൻ്റ് എടുക്കുക. ലെറ്റ് x1, x2 എലമെൻ്റ് ഓഫ് r സ്റ്റാർ. ഓക്കെ. നമ്മൾ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് f of x1 ഈക്വൽ ടു f of x2 ഇമേജ് സെയിം ആണെന്ന് എടുക്കുന്നു. ഇംപ്ലൈസ് വാട്ട് ഈസ് f of x1? 1 by x1 is equal to 1 by x2, which implies x1 equal to x2. Therefore f is 1 1. f is 1 1. ഓക്കെ. അടുത്തത് ഓൺ ടു ആകുന്നതിന് എഫ് എക്സിന് വൈ കൊടുത്തിട്ട് എക്സ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ, ദറ്റ് ഈസ് 1 by x ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ therefore x ഈസ് ഈക്വൽ ടു 1 by y എന്നാവും. ഓക്കെ. ദിസ് ഈസ് ബിലോങ്സ് ടു r സ്റ്റാർ. ഓക്കെ. അപ്പോൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ 1 by y എന്നാണ്. നമുക്ക് ഫോർ ഈച്ച് y എലമെൻ്റ് ഓഫ് ദിസ് r സ്റ്റാർ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 by y ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 by x ആണ്. സോ എഫ് ഓഫ് 1 by y-യുടെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ 1 by y ആവും. അപ്പോൾ y എന്ന് കിട്ടും. സോ ഫോർ ഈച്ച് എക്സ് therefore for each y belongs to r star, comma, there exist x is equal to 1 by y, that is belongs to r star, such that f of x is equal to y എന്ന് കിട്ടും. Therefore f is on 2. Therefore f is on 2. Okay. If the domain is replaced by, അതിൻ്റെ രണ്ടാമതൊരു പാർട്ട് കൂടിയുണ്ട്. ഇഫ് ദ ഡൊമൈൻ r സ്റ്റാർ ഈസ് റീപ്ലേസ്ഡ് ബൈ നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് കോഡൊമൈൻ ബീങ് സെയിം ആസ് r സ്റ്റാർ. കോഡൊമൈൻ r സ്റ്റാറും ഡൊമൈൻ നാച്ചുറൽ നമ്പേഴ്സും ആയാൽ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഇഫ് f is from natural number to r star, okay, f of x1 equal to f of x2 implies 1 by x1 equal to 1 by x2, which implies x1 equal to x2. Therefore f is 1 1. Okay. അടുത്തത് ഓൺ ടു ആകുന്നതിന് ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 2 3 എക്സെട്ര ആണ്. ഓക്കെ. റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ 1 by 1, 2 ആണെങ്കിൽ 1 by 2, 3 ആണെങ്കിൽ ഇമേജ് 1 by 3 എക്സെട്ര എന്നാവും. ഓക്കെ. ദാറ്റ് ഈസ് ഈ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ കോഡൊമൈൻ ആയിട്ട് മാറണം. റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത്
ഈ ഫ്രാക്ഷൻസ് ആണ്, അത് ആർ സ്റ്റാർ അല്ല. ആർ സ്റ്റാറിനകത്ത് 1ഉം 1/2ഉം 1/3 മാത്രമല്ല, ബാക്കിയുള്ള റിയൽ നമ്പേഴ്സ് കൂടി വരും. ഓക്കെ, അപ്പോൾ റേഞ്ച് ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. ദെർഫോർ range of f not equal to codomain of f. Therefore f is not onto alla. Now see the second one. Check the injectivity and surjectivity. Okay, that is 1 and onto of the following functions. See the first one. ഒന്നാമത്തതിൽ എഫ് ഈസ് ഫ്രം n to n എന്ന നാച്ചുറൽ നമ്പറിൽ നിന്നും നാച്ചുറൽ നമ്പറിലേക്കുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, given by f of x is equal to x square. സോ നമുക്കതിൻ്റെ ഒന്നാമത്തതിൽ ഇതിൻ്റെ ഇൻജക്റ്റിവിറ്റി നോക്കാം. ദാറ്റ് ഈസ് 1 ആണോ എന്ന് നോക്കാം. ഇൻജക്റ്റിവിറ്റി, ഓക്കെ, 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡൊമൈനിൽ നിന്ന് എന്നിൽ നിന്നും 2 എലമെൻറ്റ് x1, x2 ബിലോങ്സ് ടു n സച്ച് ദാറ്റ് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം സെയിം ആണ്. അങ്ങനെ സെയിം ആയാൽ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് x1 സ്ക്വയർ ആണ്, ഇത് x2 സ്ക്വയർ ആണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. വിച്ച് ഇംപ്ലൈസ് x1 സ്ക്വയർ ഈസ് ഈക്വൽ ടു x2 സ്ക്വയർ എന്നാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ x1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 എന്നാവും. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു x2 അല്ലെങ്കിൽ x1 ഈക്വൽ ടു നെഗറ്റീവ് x2 എന്നാവും. ഇത് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നെഗറ്റീവ് വരുന്ന കേസ് ഇല്ല. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് x1 ഈസ് ഈക്വൽ ടു x2 ആസ്. എന്താ കാരണം? x1, x2 belongs to natural numbers. Okay, therefore f is injective. 1 ആണ്. ഇനി അതിൻ്റെ സർജക്റ്റിവിറ്റി നോക്കാനായിട്ട് എന്താണ്, ഈ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുവാണ്. ഇതാണ് 3 ബിലോങ്സ് ടു. ഇപ്പോൾ y എന്ന് പറയുന്ന എലമെന്റ്, അതായത് ഇത് നാച്ചുറൽ നമ്പർ 1 2 3 എക്സെട്ര, ഇത് നാച്ചുറൽ നമ്പർ 1 2 3 എക്സെട്ര. എന്നിൽ നിന്ന് എന്നിലേക്കാണ് ഫംഗ്ഷൻ. ഇവിടുന്ന് ഒരു 3 എടുക്കുന്നു, അതിന് y എന്ന് പേര് കൊടുക്കുകയാണ്. ലെറ്റ് y ഇസ് ഈക്വൽ ടു 3 ബിലോങ്സ് ടു n. അങ്ങനെ ആയാൽ ഈ 3 ഇമേജ് ആയിട്ട് വരുന്ന ഒരു എലമെന്റ് ദാ ഇവിടെ എന്നിൽ കിട്ടണം. ഓക്കെ, 3 ഇമേജ് ആയിട്ട് വരുന്ന എലമെന്റ് എന്നിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് √3 ആയിരിക്കണം. കാരണം ഇവിടുത്തെ എലമെന്റ് അല്ല, ഇവിടെയുള്ളതിൻ്റെ സ്ക്വയറുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ √3 കിട്ടിയാലേ ഇത് 3 ആയി മാറത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ √3 നമുക്ക് എന്നിൽ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ y ഇസ് ഈക്വൽ ടു 3 ബിലോങ്സ് ടു n. n എന്ന് പറയുന്നത് ഇവിടെയാണ്. ഏതാ? കോഡൊമൈൻ ഓഫ് എഫിൽ നിന്ന് ഒരു n എടുത്താൽ എഫ് ഓഫ് x എന്ന് പറയുന്നത്, ഇവിടെ ഒരു എലമെന്റ് x കാണാൻ പറ്റും, കോമ there exist an element, there exist a natural number x belongs to n such that f of x is equal to 3 എന്ന് കിട്ടണം. f of x എന്താണ്? x സ്ക്വയർ 3 ആണ്. x എന്താണ്? പ്ലസ് ഓർ മൈനസ് √3. അത് എന്നിൽ ഇല്ല. therefore f is not onto, സർജക്റ്റീവ് അല്ല. ഓക്കെ, now see the second one.
രണ്ടാമത്തത് f from z to z such that f of x is equal to x squared. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ സർജക്റ്റിവിറ്റിയും ഇൻജക്റ്റിവിറ്റിയും നോക്കുക. what is f of 2? 2 എന്ന് പറയുന്ന എലമെന്റ് x1 is equal to 2 എന്നും x2-ന് -2 എന്നും എടുക്കുക. belongs to z. z-ൽ നിന്ന്, അപ്പോൾ ഡൊമൈനിൽ z-ൽ നിന്നും 2 -2 എടുക്കുക. what is f of x1? f of x1 എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ ആകും, 4 ആകും. f of x2 എന്ന് പറയുന്നത് -2-ൻ്റെ സ്ക്വയർ ആകും, 4 തന്നെയാകും. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയത്? x1 not equal to x2 ആയാൽ, that is when x1 not equal to x2 ആയാൽ നമുക്ക് കിട്ടിയത് f of x1 equal to f of x2 എന്ന് കിട്ടി. therefore f is not 1 not injective. ഓക്കെ, ഇനി അതിൻ്റെ സർജക്റ്റീവ് നോക്കുന്നത് എങ്ങനെയാ? let y belongs to 2, sorry, y is equal to 2, y is equal to, let y is equal to 2 belongs to z, codomain of f. കോഡൊമൈനിൽ നിന്നും ഒരു 2 എടുക്കുന്നു. 2 എടുത്താൽ ഇവിടെ then there exists x belongs to z such that f of x 2 ആയിരിക്കണം. f of x എന്ന് പറയുന്നത് x സ്ക്വയർ ആണ്, x സ്ക്വയർ 2 ആണ്, x പ്ലസ് ഓർ മൈനസ് √2 ആണ്, അത് z-ൽ ഇല്ല. therefore f is not on to, സർജക്റ്റീവും അല്ല. ഓക്കെ, now the third one, f from R to R. f from R to R given by f of x is equal to x square. ഓക്കെ, സോ നമുക്കിത് ആദ്യത്തത് ഇൻജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാൻ, ദാറ്റ് ഈസ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് x1 ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് x1 എന്ന് പറയുന്ന അത് 2 എന്നും x2 എന്ന് പറയുന്നത് -2 ആയിട്ട് എടുക്കുന്നു. these two elements belongs to R. okay, so what is f of x1? f of x1 എന്ന് പറയുന്നത് 2 സ്ക്വയർ, അത് 4 ആവും. f of x2 എന്ന് പറയുന്നത് -2 the whole square 4 ആവും. that is x1 different from x2 implies image same ആവും. ഇങ്ങനെ വന്നാൽ ഇൻജക്റ്റീവ് അല്ല. therefore f is not injective, 1 അല്ല. ഓക്കെ, അടുത്തത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് let y is equal to -1 belongs to the R. R means കോഡൊമൈൻ. കോഡൊമൈനിൽ നിന്നും ഒരു -1 എടുക്കുന്നു. then there exist, അങ്ങനെയാണെങ്കിൽ there exist x belongs to R, that is domain, such that f of x -1 ആണ്. f of x എന്ന് പറയുന്നത് x സ്ക്വയർ ആണ്, x സ്ക്വയർ -1 ആവും, x √(-1) റിയൽ നമ്പർ അല്ല. therefore f is not on to, f on to അല്ല. ഓക്കെ, now fourth one, f from n to n given by f of x is equal to x cube. okay, f of x is equal to x cube എന്ന് പറയുമ്പോൾ
let നമുക്ക് ഇൻജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാൻ let x1, x2 belongs to n such that f of x1 equal to f of x2, which implies x1 cube equal to x2 cube എന്നാവും, which implies x1 cube minus x2 cube equal to 0, which implies ഇത് aq minus bq ആവുമ്പോൾ x1 minus x2 into x square plus x1 x2 sorry x1 square plus x1 x2 plus x2 square is equal to 0. Product 0 means either x1 minus x2 equal to 0 or x1 square plus x1 x2 plus x2 square equal to 0 now. Okay, which implies ഇതിൽ എന്ത് പറയാം, ഇതിലെ പ്രോഡക്റ്റ് 0 ഇതിൽ x1 minus x2 0 ആയാൽ x1 equal to x2 എന്നാവും. ഇതിൻ്റെ വാല്യൂ എന്തല്ല, 0 അല്ല. Okay, since x1 square plus x1 x2 plus x2 square not equal to 0 ആയതുകൊണ്ട് ഇത് 0, ഇത് പ്രോഡക്റ്റ് 0 വരുമ്പോൾ ആ x1 equal to x2 എന്ന് കിട്ടും. therefore f is injective, which implies f is injective. Okay, അടുത്തത് സർജക്റ്റീവ് ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ let for y is equal to 4 belongs to natural number കോഡൊമൈനിൽ നിന്നും ഒരു 4 എടുക്കുവാണ്, then there exist x belongs to n, that is domain, such that f of x is equal to 4. f of x 4 ആയാൽ means x cube is equal to 4 എന്നാണ്, which implies x is equal to cube root of 4, അത് നാച്ചുറൽ നമ്പർ അല്ല. therefore f is not onto അല്ല. Okay, now the fifth one, f of x is equal to x cube. let x1 x2 belongs to z such that f of x equal to x, f of x1 equal to f of x2. Okay, അങ്ങനെയാണെങ്കിൽ x1 ക്യൂബ് എന്ന് പറയുന്നത് x2 ക്യൂബ് ആവും. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതാണ്, ഇതിൽ നിന്നും x1 equal to x2 എന്ന് കിട്ടും. therefore f is injective. ഓക്കെ, അടുത്തത് സർജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ ഇപ്പോൾ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. ലെറ്റ് y 4 എന്ന് പറയുന്നത് y ആയിട്ട് എടുക്കുന്നു, z അല്ല യെസ് z കോഡൊമൈനിൽ നിന്നും ഒരു 4 എടുക്കുന്നു. then there exist x belongs to domain such that f of x എന്താകണം 4 ആകണം, that is x cube 4 ആകണം, x cube root of 4 ആവും, അത് z ൽ ഇല്ല. therefore f is not surjective. Okay, so that is the second one. Now see the third one. Prove that the greatest integer function f from R to R given by f of x is equal to greatest integer of x is neither 1 nor onto. Okay, അപ്പോൾ ലെറ്റ് x1 എന്ന് പറയുന്നത് സേ 2.1 എന്ന് എടുക്കുകയാണ്, അതുപോലെ x2 എന്ന് പറയുന്നത് ഒരു 2.3 എടുക്കുകയാണ്. അപ്പോൾ x1 ഉം x2 ഡിഫറൻ്റ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് f of x1? f of x1 എടുത്താൽ അത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2.1 അത് എത്രയാണ്? 2 ആണ്. f of x2 ആണ് എടുക്കുന്നതെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2.3 എടുക്കുന്നു, അതും 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ്
x1 not equal to x2 implies f of x1 equal to f of x2 എന്ന് കിട്ടും. Therefore f is not injective, 1 1 അല്ല. ഓക്കെ, അടുത്തത് ഓൺ ടു ചെക്ക് ചെയ്യാൻ. ലെറ്റ് y is equal to 2.3 belongs to എവിടെയാണ് 6, കോഡൊമൈനിൽ നിന്നും ഒരു 2.3 എടുക്കുന്നു. then എന്ത് വരും? then there exist x belongs to domain. x belongs to domain ഇവിടെ z റിയൽ നമ്പർ ആണ്. x belongs to real number such that f of x എന്ന് പറയുന്നത് 2.3 ആകണം. f of x എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് x 2.3 ആകണം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, നോട്ട് പോസിബിൾ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് x എല്ലായ്പ്പോഴും ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. therefore f is not surjective. okay, on to അല്ല. okay, now the fourth one, show that the modulus function f from R to R given by fx is equal to mod x is neither 1 1 nor on 2. ഈ 1 1 ഉം on 2 അല്ലാതെ കാണിക്കുന്നതിന് നമുക്കൊരു എക്സാമ്പിൾ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ലെറ്റ് x1 എന്ന് പറയുന്നത് 1 ഉം x2 എന്ന് പറയുന്നത് നെഗറ്റീവ് 1 എടുക്കുവാണ്. ലെറ്റ് x1 is equal to 1, x2 is equal to -1 belongs to R. റിയൽ നമ്പറിൽ നിന്ന് രണ്ട് നമ്പർ എടുക്കും. 1 -1 2 -2 എടുക്കാം, അല്ലെങ്കിൽ -1/2 +1/2 എടുക്കാം, അങ്ങനെ എടുക്കാം. സോ വാട്ട് ഈസ് f of x1? f of x1 ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 1 തന്നെയാണ്. f of x2 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് -1 1 തന്നെയാണ്. ദാറ്റ് ഈസ് x1 നോട്ട് ഈക്വൽ ടു x2 ഇംപ്ലൈസ് f of x1 is equal to f of x2 എന്ന് കിട്ടും. therefore f is not injective. f is not 1 1. ഓക്കെ, അടുത്തത് ഓൺ ടു എടുക്കാൻ നമ്മൾ ഈ റിയൽ നമ്പറിൽ കോഡൊമൈനിൽ നിന്നും ഒരു y ചൂസ് ചെയ്യുക. ലെറ്റ് y is equal to -1 belongs to real numbers, കോഡൊമൈനിൽ നിന്നും ഒരു -1 എടുക്കാം. then there exist x belongs to domain such that f of x -1 ആണ്. f of x എന്താണ്? mod x -1 ആകണം. അത് സാധ്യമല്ല, not possible. okay, therefore f is not on to surjective. okay, now the fifth one, show that the signum function given by f from R to R, f of x is equal to 1 x greater than 0 and equal to 0 x equal to 0 and less than 0, neither 1 1 nor on 2. ഇവിടെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ലെറ്റ് x1ന് 1 എന്നും x2ന് 2 എന്നും എടുക്കുവാണ്. ഓക്കെ, ബിലോങ്സ് ടു റിയൽ നമ്പർ. ഡൊമൈനിൽ നിന്നും 1 ഉം 2 എടുക്കുക, ഡിഫറൻ്റ് ആണ്. സോ വാട്ട് ഈസ് f of x1? f of x1 ഈസ് ഈക്വൽ ടു 1 ആണ്, പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഫംഗ്ഷൻ്റെ വാല്യൂ 1 തന്നെ. f of x2 എന്ന് പറയുന്നതും 2 ആണ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ആണ്, വാല്യൂ 1 തന്നെയാണ്. ദാറ്റ് ഈസ് x1 not equal to x2 implies f of x1 equal to f of x2. therefore f is not 1 1. f 1 1 അല്ല. ഓക്കെ, ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് കോഡൊമൈൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ കോഡൊമൈൻ ഓഫ് f, codomain of f is the set of real numbers
real numbers. Now range of f is equal to set -1, 0 and 1. Okay, അപ്പോൾ കോഡൊമൈനും റേഞ്ചും സെയിം അല്ല. കോഡൊമൈൻ of f not equal to range of f, therefore f is not onto, f onto alla. Okay, now sixth one, let a is equal to set 1 2 3. A is equal to set 1 2 3 and b is equal to set 4 5 6 7 and let f is equal to set 1 4, then ordered pair 2 5 1 4 2 5 3 6 be a function from a to b. Show that f is 1 1. Okay, so a is the set a, set 1 2 3, b set 4 5 6 7 1 4, then 2 5, then 3 6. Show that f is 1 1. Different elements in a have different images. Different elements in a have different images. Okay, images, therefore f is 1 1. Okay, now seventh one. In each of the following cases, state whether the function is 1 1, onto or bijective. Justify your answer. See the first one. F of x is equal to 3 minus 4x. f of x is equal to 3 minus 4x. ഇപ്പോൾ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ let x1, x2 belongs to R such that f of x1 equal to f of x2, which implies 3 minus 4x1 equal to 3 minus 4x2. Which implies 3 3 cancel, minus 4x1 equal to minus 4x2, which implies x1 is equal to x2. Therefore f is 1 1. Okay, now to show that f is onto, let y belongs to R. Let y belongs to R such that f of x y ആണ്. കോഡൊമൈനിൽ നിന്നും ഒരു y എടുക്കുന്നു, അങ്ങനെ ആകുമ്പോൾ അതിനൊരു x such that let y belongs to R be an element in codomain, then there exists an x in the domain such that f of x is equal to y എന്നാണ്. അപ്പോൾ let y belongs to R, കോഡൊമൈൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്, അല്ലെങ്കിൽ എഴുതിയിരുന്ന കാര്യമാണ്. കോഡൊമൈനിൽ നിന്നൊരു y എടുത്താൽ then there exists x belongs to domain such that f of x ന്റെ വാല്യൂ y ആവും. f of x എന്ന് പറയുന്നത് എന്താണ്? 3 മൈനസ് 4x y ആണ്. അപ്പോൾ 3 മൈനസ് y 4x ആവും. എക്സിൻ്റെ വാല്യൂ 3 മൈനസ് y ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ എഫ് ഇമേജ് എടുക്കാൻ പോവുകയാണ്. ഇത് റിയൽ നമ്പർ, അതായത് ഇത് എക്സിൻ്റെ വാല്യൂ 3 മൈനസ് y ബൈ 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എടുക്കുവാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ്
3 minus y by 4. എഫിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് കാണാൻ 3യിൽ നിന്ന് 4 ഇൻറ്റു ദാറ്റ് എലമെൻറ്റ് മൈനസ് ചെയ്യുക. 3 ഇൻറ്റു 4 ഇൻറ്റു ഈ എലമെൻറ്റ് മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 3 മൈനസ് വൈ ബൈ 4 മൈനസ് ചെയ്താൽ ഈ 4 കട്ടാവും, y എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് y എന്ന് കിട്ടും. ഓക്കെ, therefore f is on 2. ഇത് റിയൽ നമ്പറാണ്. therefore f is on 2. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ്. സെക്കൻഡ് പാർട്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ. ലെറ്റ് x1, x2 belongs to R such that f of x1 equal to f of x2. ഇപ്പോൾ ഡിഫറെൻ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻ്റ് ഇമേജ്. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സ്ക്വയർ ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ എഫ് ഓഫ് 1 മൈനസ് 1 എടുക്കുകയാണ്. ലെറ്റ് x1 ഇസ് ഈക്വൽ ടു 1 എന്നും x2വിന് -1 എന്ന് കൊടുക്കുകയാണ്. സോ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് 1 പ്ലസ് 1 സ്ക്വയർ 2 എന്നാവും. എഫ് ഓഫ് x2 എന്ന് പറയുന്നത് 1 പ്ലസ് -1 ഹോൾ സ്ക്വയർ, അതും 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x1 not equal to x2 implies f of x1 is equal to f of x2 now. Therefore f is not 1 1 അല്ല. ഓക്കെ, അടുത്തത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന്, ലെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്, ലെറ്റ് y എന്ന് പറയുന്നത് -1 ആയിട്ട് എടുക്കും. y is equal to -1 belongs to R. അത് കോഡൊമൈനിൽ നിന്നും ഒരു y എടുക്കുന്നു. then there exist x belongs to domain such that f of x -1 ആണ്. f of x എന്ന് പറയുന്നത് 1 plus x square -1 ആവും. that is x സ്ക്വയറിൻ്റെ വാല്യൂ -2 ആവും. x റൂട്ട് ഓഫ് -2 അത് റിയൽ നമ്പർ അല്ല. therefore f is not on 2. on 2 അല്ല. okay, now the 8th one. Let a and b be sets show that f from a cross b to b cross a. f from a cross b to b cross a such that f of ab, f of ordered pair ab, ordered pair ab across b എലമെന്റ് ആണ്. അതെന്താവുന്നു, അതിൻ്റെ ഓർഡേഡ് പേരിലെ എലമെന്റ്സ് ഇന്റർചേഞ്ച് ബി എ ആകുന്നു. ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ 2 എലമെന്റ് എടുക്കാം. ലെറ്റ് a1 b1 a2 b2 എലമെന്റ് ഓഫ് a ക്രോസ് ബി. a ക്രോസ് ബിയിൽ നിന്ന് 2 എലമെന്റ് എടുക്കുന്നു. such that f of a1 b1 equal to f of a2 b2 എന്ന് എടുക്കുകയാണ്. which implies f of a1 b1 എന്ന് പറഞ്ഞാൽ b1 a1 എന്നാണ്. b1 a1 is equal to b2 a2 എന്നാവും. which implies b1 equal to b2 എന്നും a1 equal to a2 എന്നും കിട്ടും. എന്താ ഇതിൻ്റെ മീനിങ്? b1 b2വിനോട് സെയിം ആവുന്നു, a1 a2വിനോട് സെയിം ആയാൽ a1 b1 എന്ന് പറയുന്നത് a2 b2 ആവും. ഓർഡേഡ് പെയർ a1 b1 is equal to a2 b2. therefore f is 1 1. ഓക്കെ, അടുത്തത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന്, ലെറ്റ് ബി ക്രോസ് എയിൽ നിന്നും ബി എ എലമെന്റ് ഓഫ് ബി ക്രോസ് എ കോ ഡൊമൈൻ സച്ച് ദാറ്റ് ബി ക്രോസ് എയിൽ നിന്ന് ഒരു എലമെന്റ് ബി എ എടുത്താൽ then there exist an element എ ക്രോസ് ബിയിലെ ഒരു എലമെന്റിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. such that f of that element, then there exist
then there exist ordered pair xy element of a cross b such that f of xy എന്താകണം ordered pair ba ആകണം. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് വൈ എക്സ് ആണ്. which implies ordered pair yx is equal to ordered pair ba, which implies y is equal to b and x is equal to a, which implies the f of x ന് a എന്നും y ക്ക് b എന്നും കൊടുത്താൽ f of ab is equal to b എന്ന് കിട്ടും. ഓക്കെ, therefore f is on 2. Hence f is a bijective function. Hence f is bijective. Okay, now the ninth one. Let f from n to n defined by f of n is equal to n plus 1 by 2, n is odd, n by 2 n is even. State whether the function f is bijective. Bijective ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് x1 നാച്ചുറൽ നമ്പർ എടുക്കാം. x1 എന്ന് പറയുന്നത് 1 എന്നും x2 എന്ന് പറയുന്നത് 2 എന്നും എടുക്കുവാണ്, നാച്ചുറൽ നമ്പർ ആയിട്ട് എടുക്കുവാണ്. സോ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് വൺ? എഫ് ഓഫ് എക്സ് വൺ ഇത് ഓഡ് ആയതുകൊണ്ട് 1 പ്ലസ് 1 ബൈ 2 ആണ് 1 എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് ടു ഈവൻ ആണ്, ബൈ 2 ആവും 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x1 not equal to x2 implies f of x1 is equal to f of x2 nai. Therefore f is not 1 1. f 1 1 അല്ല. പിന്നെ 1 2 അല്ലെന്ന് കാണിക്കേണ്ട കാര്യമില്ല. 1 1 അല്ലെങ്കിൽ therefore f is not bijective. Therefore f is not bijective. Okay, now the 10th one. Consider the function fx is given by f of x 1 1 on 2 ആണോ എന്നൊക്കെയാണ്. അപ്പോൾ ലെറ്റ് x1 രണ്ട് എലമെന്റ് ചൂസ് ചെയ്യാം. x1, x2 ബിലോങ്സ് ടു a അല്ലേ? a എന്ന് പറയുന്നത് r മൈനസ് സെറ്റ് 3 എന്നാണ്. a എടുക്കുന്നു സച്ച് ദാറ്റ് f of x1 equal to f of x2 ആണ്. Now what is f of x1? ഈ x മാറ്റി x1 കൊടുത്താൽ x1 minus 2 by x1 minus 3 equal to x2 minus 2 by x2 minus 3. Cross multiplying x1 minus 2 into x2 minus 3 equal to x2 minus 2 into x1 minus 3. which implies bracket simplify ചെയ്യുമ്പോൾ x1 x2 minus 3 x1 minus 2 x2 plus 6 equal to x1 x2 minus 3 x2 minus 2 x1 plus 6. 6 cancel ആവുന്നു, x1 x2 cancel ആവുന്നു. ഓക്കെ, which implies ഇതിൽ നെഗറ്റീവ് 3 x1 ഉണ്ട്, നെഗറ്റീവ് 3 x1 plus 2 x1, ഈ നെഗറ്റീവ് 2 x1 ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. ഇക്വൽ ടു നെഗറ്റീവ് 3 x2 plus 2 x2, which implies negative x1 equal to negative x2, which implies x1 equal to x2. Therefore f is 1 1. f 1 1 ആണെന്ന് കിട്ടും. ഇനി on to ആണെന്നതിന് let y belongs to b such that f of x is equal to y എന്നെടുക്കുകയാണ്. then there exists an x എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. y ബിയിൽ നിന്ന് എടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു x എയിൽ ഉണ്ടാവും സച്ച് ദാറ്റ് f of x y ആണ്. f of x ന്റെ വാല്യൂ എന്ന് പറയുന്നത് x മൈനസ് ദാറ്റ് ഈസ് x മൈനസ് 2 ബൈ x മൈനസ് 3 is equal to y. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് x സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ x മൈനസ് 2 is equal to y x മൈനസ് 3y എന്നാവും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ
x minus yx is equal to negative to right side വന്നാൽ 2 minus 3y എന്നാവും. x into 1 minus y is equal to 2 minus 3y. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 minus 3y by 1 minus y. ഓക്കെ, ഇപ്പോൾ 2 minus 3y by, ഇപ്പോൾ എക്സ് ഡൊമൈനിലെ ഒരു എലമെൻ്റ് ആണ്. സോ ബിലോങ്സ് ടു എ. എ എന്ന് പറയുന്നത് ആർ മൈനസ് സെറ്റ് 3 ആണ്. അപ്പോൾ 3 ഒഴിവാക്കിയ ഏത് റിയൽ നമ്പർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വാല്യൂ ഉണ്ടാവും. ഇനി ഫംഗ്ഷൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുമെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2 മൈനസ് 3y ബൈ 1 മൈനസ് വൈ. ഒരു എലമെൻറ്റിൻ്റെ എഫ് ഇമേജ് കാണാൻ 2വിൽ നിന്ന് ആ എലമെൻറ്റിൻ്റെ ഇതാണ് എക്സ്, എന്താണ് ആ എലമെൻറ്റിൽ നിന്ന് 2 മൈനസ് ചെയ്യാം. ഈ എലമെൻറ്റിൻ്റെ എഫ് ഇമേജ് കാണാൻ, ഒരു എലമെൻറ്റ് എക്സ് ആണ്, അതിൻ്റെ എഫ് ഇമേജ് കാണാൻ ആ എലമെൻറ്റിൽ നിന്നും, ദറ്റ് ഈസ് 2 മൈനസ് 3y ബൈ 1 മൈനസ് വൈയിൽ നിന്ന് 2 മൈനസ് ചെയ്യുക. താഴെ എക്സ് മൈനസ് 3 എന്നാണ്, അതായത് ഈ എലമെൻറ്റിൽ നിന്നും 2 മൈനസ് 3y ബൈ 1 മൈനസ് വൈയിൽ നിന്ന് 3 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ that's equal to 2 minus 3y minus 2 into 1 minus y by 1 minus y divided by 2 minus 3y minus 3 into 1 minus y divided by 1 minus y. 1 minus y cancel out. That's equal to 2 minus 3y minus 2 plus 2y by 2 minus 3y minus 3 plus 3y എന്നാവും. That's equal to, ഇവിടെ 2 minus 2 ആണ്, minus 3y plus 2y minus y by 3y cancel ആവും, 2 minus 3 negative 1, y എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് y ആയിട്ട് മാറും. Therefore f is on 2. Therefore f is on 2. Okay, അപ്പോൾ 1 1 ആണ്, 1 1 and 2 on 2 ആണെന്നാണ്. ഓക്കെ, അപ്പോൾ f is 1 1, f is on 2, therefore f is bijective. അങ്ങനെ. Now 11. Let f from R to R by f of x is equal to x raised to 4. Choose the correct answer. f is 1 1 and on 2, many 1 on 2. ഇപ്പോൾ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് x1ന് 1 കൊടുക്കുന്നു, x2ന് -1 കൊടുക്കുന്നു. അത് റിയൽ നമ്പർ ഡൊമൈനിൽ നിന്ന് 2 എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ എഫ് ഓഫ് x1 എടുത്താൽ 1 റേസ് ടു 4 1 ആവും. എഫ് ഓഫ് x2 ആണ് എടുക്കുന്നതെങ്കിൽ -1 റേസ് ടു 4 1 തന്നെ ആവും. ദാറ്റ് ഈസ് x1 നോട്ട് ഈക്വൽ ടു x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നാവും. ദെർഫോർ എഫ് ഈസ് നോട്ട് 1 1, 1 1 അല്ല. ഓക്കെ, ഓൺ ടു കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത്, ഇവിടുത്തെ എഫ് ഈസ് ഫ്രം ആർ ടു ആർ. കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നൗ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത്, റേഞ്ച് ഓഫ് എഫ് എന്താണ്? റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു, ഇതൊരു എക്സ് റേസ് ടു 4 പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് ലെഫ്റ്റ് ക്ലോസ്ഡ് 0, റൈറ്റ് ഓപ്പൺ ഇൻഫിനിറ്റി ആണ്. ഇത് രണ്ട് സെയിം അല്ല. കാരണം ഇവിടെ വരുന്നത് റേഞ്ച് ഓഫ് എഫിൽ എക്സ് റേസ് ടു 4ന്റെ വാല്യൂ എല്ലാം പോസിറ്റീവ് ആയിരിക്കും, 0യും പോസിറ്റീവ് റിയൽ നമ്പേഴ്സും ആയിരിക്കും. അത് രണ്ട് സെയിം അല്ല. കോഡൊമൈൻ ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു റേഞ്ച് ഓഫ് എഫ്. Therefore f is not on 2. So that is not 1 1, neither 1 1 nor on 2. So D is the right answer. Okay. Now 12th one, f from R to R given by f of x is equal to 3x. Okay, so f of x1 equal to f of x2 implies 3x1 equal to 3x2 implies x1 equal to x2. Therefore f is 1 1. Okay, അടുത്തത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ലെറ്റ് y ബിലോങ്സ് ടു r സച്ച് ദാറ്റ് f of x is equal to y. ദാറ്റ് ഈസ് 3x y ആവും, എക്സിൻ്റെ വാല്യൂ y/2 ആവും. f of x എടുത്തു കഴിഞ്ഞാൽ f of y/2 എന്നാണ്
that is y by 3, not y by 2, y by 3. Y by 3 എന്നാണ് 3 into y by 3 എന്നാവും y എന്ന് കിട്ടും. Therefore f is on 2. So 1 1 and on 2. Okay, option A.